ഹലോ എവരിവൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ കിർഗിസ്ഥാനിലാണ് ഉള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കസാഖിസ്ഥാനിൽ നിന്ന് കിർഗിസ്ഥാനിലേക്ക് വന്ന വിശേഷങ്ങളും പിന്നെ യോട്ടിൽ താമസിച്ച വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കിർഗിസ്ഥാനിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അദൂരേക്കാണ് സ്ഥലത്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഒരുപാട് ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ബ്രെഡ് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളുടെ പൊറോട്ട പോലത്തെ ഒരു ഐറ്റം ഇവർക്കുണ്ട്. കട്ടമ്മ എന്നാണ് അതിൻ്റെ പേര്. പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റാണെന്നൊന്നും എനിക്കറിയില്ല. അതുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. അതായിരുന്നു ഞങ്ങൾ കഴിച്ചത്. ഇനി ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ബിഷ്കേക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ യോട്ടിലെ സ്റ്റേ ഇവിടെ അവസാനിച്ചു. പോകുന്നതിന് മുമ്പ് ഈ യോട്ടിന് മുമ്പിലുള്ള ഈ ഒരു ഭംഗിയുള്ള സ്ഥലത്ത് വന്നിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വിചാരിച്ചു. ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു ഭംഗിയുള്ള സ്ഥലമല്ലേ ഇത്. ഞങ്ങൾ ലഗേജൊക്കെ ഒരുക്കി വണ്ടിയിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങളെ ഗൈഡ് വിളിച്ചിട്ട് പറഞ്ഞു, യോട്ടിനുള്ളിലേക്ക് വാ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, യോട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെ ആൾ ഞങ്ങൾക്ക് ഇതിൻ്റെ നിർമ്മാണ രീതിയും പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പണ്ട് മധ്യേഷ്യയിലെ നാടോടികൾ ഉപയോഗിച്ചിരുന്ന കുടിലുകളാണ് ഈ യോട്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കിർഗിസ്ഥാന്, കസാഖിസ്ഥാന്, മംഗോളിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇത് വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നത്. പണ്ട് കാലത്ത് അതേ രൂപത്തിലാണ് ഇപ്പോഴത്തെ ഹോട്ടലുകളിൽ ഈ യോട്ടുകൾ നിർമ്മിക്കുന്നത്. പക്ഷെ അതിനെ മോഡേണൈസ് ചെയ്തിട്ട് കുറച്ചധികം ഫെസിലിറ്റീസൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ യോട്ട് ഉള്ളതെന്ന് മാത്രം. വുഡൻ ഫ്രെയിംസും പിന്നെ മൃഗങ്ങളുടെ തോലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ യോട്ട് ഉണ്ടാക്കുന്നത്. കിർഗിസ്ഥാനിൽ ഈ യോട്ടൊരു സാംസ്കാരിക ചിഹ്നമാണ്. പിന്നെ ഇവിടുത്തെ ഫ്ലാഗിൽ യോട്ടിൻ്റെ മേൽക്കൂരയുടെ ഭാഗമുണ്ട്. പിന്നെ വിവാഹങ്ങൾക്ക്, ആഘോഷങ്ങൾക്ക്, ഉത്സവങ്ങൾക്ക് എല്ലാം ഈ യോട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ടൂറിസത്തിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിലും പർവ്വത പ്രദേശങ്ങളിൽ ഇപ്പോഴും ചിലർ ഇങ്ങനെയുള്ള യോട്ടുകളിൽ താമസിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കായിട്ട് പുറപ്പെട്ടു. ഇന്ന് ഞങ്ങൾക്ക് 2 സ്ഥലങ്ങൾ കാണാനുണ്ട്. ബുറാന ടവറും അല ആർച്ച നാഷണൽ പാർക്കും. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കിർഗിസ്ഥാനിലെ യാത്രക്കിടയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് കുതിരകളെയാണ്. എല്ലായിടെയും കുതിരകൾ മേയുന്നത് കാണാം. ഇവിടെ ഒരുപാട് മലകളുണ്ട് എന്ന് പറഞ്ഞില്ല, അതിന് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കുതിരകളെ കാണാൻ പറ്റും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, യോട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഓറഞ്ചും മഞ്ഞയും കലർന്ന മരങ്ങൾക്കിടയിലൂടെ ചൂ റിവർ ഒഴുകുന്ന കാഴ്ച കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ ഇറങ്ങി കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചതാണ് പിറ്റേ ദിവസം പോകുന്നവരും എന്തായാലും അവിടെ ഇറങ്ങണമെന്ന്. അങ്ങനെ ഇന്ന് ഞങ്ങൾ ആ സ്ഥലത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ദൂരെ നിന്ന് കണ്ടതുപോലെ തന്നെ അതിമനോഹരമായ ഒരു സ്ഥലം. വെറുതെ ഇവിടെ വന്നിരുന്നാൽ തന്നെ നല്ല സന്തോഷം കിട്ടും. ചുറ്റുമുള്ള മരങ്ങളൊക്കെ മഞ്ഞായി കിടക്കുകയായിരുന്നു. അതിനിടയിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല മനോഹരമായ കാഴ്ച. പക്ഷേ അവിടെ കുറച്ച് ആളുകളുണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ പാർട്ടിക്കുള്ള സെറ്റപ്പ് ചെയ്യായിരുന്നു അവർ. അപ്പോൾ അവർക്ക് ഇടങ്ങാറാവാത്ത തരത്തിലാണ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തത്. അവർ ടേബിളൊക്കെ അറേഞ്ച് ചെയ്യുന്നതും പിന്നെ ട്രഡീഷണൽ രൂപത്തിൽ ടീ ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ അറേഞ്ച് ചെയ്യുന്നത് കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. വേറൊരു നാട്ടിൽ അവരുടെ രീതിയൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ കുറച്ച് നേരം അവർ അറേഞ്ച് ചെയ്യുന്നതൊക്കെ നോക്കി നിന്നു. ഇതിവിടുത്തെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് ടീമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെറിയ തരത്തിലുള്ള പാർട്ടികളൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നവർ ഇവിടെ എത്തിയിട്ടില്ല. അതിനു മുമ്പേ ഇവർ ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ തരക്കേടില്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ ഞങ്ങൾ ബുറാന ടവറിലേക്കാണ് പോയത്. ബിഷ്കേക്കിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട് ബുറാന ടവറിലേക്ക്. ഏകദേശം 1 മണിക്കൂർ സമയമെടുത്തു നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന് ബുറാന ടവറിലെ സ്ഥലത്തേക്ക് എത്താനായിട്ട്. ബുറാന ടവറിലേക്ക് പോകുന്നതിനുള്ള എൻട്രൻസ് ആണിത്. കുറച്ച് മുന്നോട്ടേക്ക് നടന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും. ഏകദേശം 60 കിർഗിസ് സോമാണ് ടവറിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഫീ. ഈ ബുറാന ടവർ എന്ന് പറയുന്നത് കിർഗിസ്ഥാനിലെ ചൂയി താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന പഴയ കാലത്തെ ഒരു ടവറാണ്. മലയാളത്തിൽ ഗോപുരം എന്ന് പറയും. ഇതിനെപ്പറ്റിയുള്ള മറ്റു വിവരങ്ങളൊക്കെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു തന്നു. ഇത് പണ്ട് ബലസാഗുൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ നഗരത്തിന്റെ ഭാഗമായിരുന്നു. ആ നഗരത്തിന്റെ അവശിഷ്ടങ്ങളെ ഇപ്പോൾ ഉള്ളൂ. അതിലൊന്നാണ് ഈ ടവർ. ആദ്യം ഇതിൻ്റെ ഉയരം ഏകദേശം 45 മീറ്റർ ആയിരുന്നു. പിന്നീട് ഭൂകമ്പത്തിൽ ഇതിൻ്റെ മുകൾ ഭാഗം തകർന്നിട്ട് ഇപ്പോൾ ഏകദേശം 25 മീറ്റർ ആണുള്ളത്. ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടി. നാരോ ആയിട്ടുള്ള സ്പൈറൽ സ്റ്റെപ്പായിരുന്നു. നല്ല ഇരുട്ടായിരുന്നു ഉള്ളിൽ.
ഇത് 11-ാം നൂറ്റാണ്ടിൽ കരഖാനിഡ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ്. ഒരു മസ്ജിദിൻ്റെ മിനാരറ്റായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. മുകളിൽ നിന്നുള്ള കാഴ്ച ഇതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബലന സാഗർ എന്ന് പറഞ്ഞിട്ടുള്ള നഗരം ഉണ്ടായിരുന്നു ഇവിടെ. പഴയ കാലത്തൊരു നഗരം ഉണ്ടായിരുന്നു ഇവിടെ. അതിപ്പോൾ ഇല്ല. അന്ന് ഇത് സിൽക്ക് റോഡിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. ബസാറുകളും വീടുകളും വർക്ക്ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ നഗരമായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ ആ നഗരം പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായി. ഇങ്ങോട്ടേക്ക് കയറൽ മാത്രമല്ല, ഇറങ്ങലും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരുന്നു. നോക്കി, ചെറിയൊരു വഴിയാണ് നമുക്ക് ഇറങ്ങാനും കയറാനൊക്കെ ഉള്ളത്. ഇതൊരു ടവർ മാത്രമല്ല കേട്ടോ, ഒരു മ്യൂസിയം സമുച്ചയം കൂടിയാണ്. അതായത് ഈ ടവർ കൂടാതെ പുരാതന ശവകുടീരങ്ങൾ, ബാൽക്കൺ ശില്പങ്ങൾ, പുരാതന ശിലാചിത്രങ്ങൾ, പുരാവസ്തു കണ്ടെത്തലുകൾ അടങ്ങിയ മ്യൂസിയം, ഇതൊക്കെ നിങ്ങൾക്ക് ഇതിനടുത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ടവറിൽ പ്രവേശിക്കാനുള്ള ഫീ കൂടാതെ മ്യൂസിയത്തിൽ പ്രവേശിക്കാനുള്ള ഫീ കൂടി നമ്മൾ എടുക്കണം. അപ്പോൾ ഏകദേശം 100-110 കിർഗിസ് സോമാണ് ആവുക. ഏകദേശം 100-120 രൂപ. പക്ഷേ ഇപ്പോൾ പുതുക്കിയ നിരക്ക് 220 ആണെന്നും കേട്ടു. എനിക്ക് ഉറപ്പില്ല. ഞങ്ങളുടെ കൂടെയുള്ള ഒരുവിധം എല്ലാവരും ശവകുടീരങ്ങളൊക്കെ കാണാൻ പോയപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും അവിടെ കണ്ട മ്യൂസിയത്തിലൊക്കെ കയറി. മ്യൂസിയത്തിൽ പ്രധാനമായിട്ടും മൺപാത്രങ്ങളും നാണയങ്ങളൊക്കെയാണ് കണ്ടത്. പിന്നെ യോട്ടിൽ പഴയകാല വസ്ത്രങ്ങളും കാർപ്പറ്റുകളൊക്കെ കണ്ടു. പുറത്തുള്ള സ്ഥലങ്ങളിൽ ബാൽക്കൺ ശില്പങ്ങളും നഗരാവശിഷ്ടങ്ങളൊക്കെ കണ്ടു. കുറച്ച് ദൂരെയായിട്ടാണ് ശവകുടീരം ഉണ്ടായിരുന്നത്. പിന്നെ ഇതിനടുത്തായിട്ട് ഒരു സുവനീർ ഷോപ്പ് ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ് മാഗ്നറ്റും മറ്റ് സുവനീർസൊക്കെ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും. കിർഗിസ്ഥാനിലെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ ഒന്നാണ് ഈ ബുറാന ടവർ. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടൊന്നും വരരുത്. ഒരു ടവർ ഉണ്ട്, പിന്നെ കുറച്ച് ചരിത്രങ്ങൾ അറിയാൻ പറ്റും. പ്രധാനമായിട്ടും സിൽക്ക് റോഡിന്റെ ചരിത്രം മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം വരിക. പിന്നെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങോട്ടേക്ക് വരരുത്. ഇനി നമ്മൾ ആല അർച്ച നാഷണൽ പാർക്കിലേക്കാണ് പോകുന്നത്. ബിഷ്കേക്കിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ തെക്കായിട്ടാണ് ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബുറാന ടവർ ബിഷ്കേക്കിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരത്തിലാണ് ഉള്ളതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുക, ബിഷ്കേക്കിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ ആല അർച്ച നാഷണൽ പാർക്കിലേക്ക് കുറച്ചുകൂടെ ദൂരം ഉണ്ടാവുമെന്നല്ലേ. പക്ഷേ നമ്മൾ ബിഷ്കേക്കിൽ നിന്നല്ല കേട്ടോ വന്നത്. ഞങ്ങൾ താമസിച്ച യോട്ടുള്ളത് കസാക്കിസ്ഥാൻ ബോർഡറിന് അടുത്തായിട്ടാണ്. ഇനി നമ്മൾ ബിഷ്കേക്കിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് ദൂരം കുറഞ്ഞു വരുന്നത്. ആല അർച്ചയിലേക്ക് പോകുന്ന വഴി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് സമ്മറിൽ ഈ സ്ഥലം കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു കിർഗിസ്ഥാൻ കാണാൻ കൂടുതൽ ഭംഗിയുണ്ടാവുക സമ്മറിലാണെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് മലകളുണ്ട്. എല്ലാ മലകളും പച്ചപ്പിൽ കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതുപോലെ തന്നെ വിൻ്ററും നല്ല ഭംഗിയുണ്ടാവും ഇവിടെ കാണാനെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ആല അർച്ച നാഷണൽ പാർക്കിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടം വരെ നമ്മളുടെ വാഹനം വരുള്ളൂ. ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം നാഷണൽ പാർക്കിലേക്ക്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ആ കാണുന്ന കെട്ടിടത്തു നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മളൊരു ബസ്സിൽ കയറണം ആല അർച്ച നാഷണൽ പാർക്കിലേക്ക്. ഇവിടുന്ന് ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് പുറത്തിറങ്ങിയിട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ബസ് നിർത്തിയിട്ട് കാണാം. ആ ബസ്സിലാണ് നമ്മൾ കയറേണ്ടത്. ഇവിടെ അടുത്തായിരിക്കും നാഷണൽ പാർക്ക് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ബസ്സിൽ കയറിയിട്ട് 15 മിനിറ്റോളം എടുത്തു അങ്ങോട്ടേക്ക് എത്താനായിട്ട്. ടിയാൻഷാൻ പർവ്വത നിരകളിലുള്ള ഒരു നാഷണൽ പാർക്കാണ് ഈ ആല അർച്ച നാഷണൽ പാർക്ക്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. 1976 ഇത് സ്ഥാപിച്ചത്. കിർഗിസ്ഥാനിലെ മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ചിട്ട് ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലായിരുന്നു. ഞങ്ങൾ ഒക്ടോബറിലാണല്ലോ പോയത്, അതായത് ഓട്ടം സീസണിൽ. ഓട്ടം സീസണിൽ കിർഗിസ്ഥാനിൽ വലിയ തണുപ്പുണ്ടായിരുന്നില്ല. പക്ഷേ ഈ സ്ഥലത്ത് കുറച്ച് തണുപ്പ് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ജാക്കറ്റ് കരുതുന്നത് നല്ലതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പൈൻ മരങ്ങൾ കാണാൻ പറ്റും. പിന്നെ കാട്ടുവഴിയിലൂടെ ഒക്കെ നടക്കുന്ന പോലെയാണ് തോന്നുക. റോഡാണെങ്കിലും കാട്ടുവഴിയിലൂടെ നടക്കുന്ന പോലെ. ബ്ലൂബെറി പോലെയുള്ള കായകളൊക്കെ കണ്ടു. എന്താണെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ വൈൽഡ് ബ്ലൂബെറി ആയിരിക്കാം. നടക്കുന്ന വഴിക്ക് വെള്ളത്തിൻ്റെ ശബ്ദം കേട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു സൈഡിലൂടെ വെള്ളം ഒഴുകുന്നത് കണ്ടത്. നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് ഇവിടെ നീരൊഴുക്കുകളും നദികളൊക്കെ കാണാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. ഞാൻ ഈ സ്ഥലത്ത് വന്നപ്പോൾ ചിന്തിച്ചത് സമ്മർ ടൈമിൽ ഈ സ്ഥലം കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കുമല്ലോ എന്നാണ്. പിന്നെ വിൻ്റർ ടൈമിലും നല്ല ഭംഗിയുണ്ടാവും. ഇപ്പം തന്നെ പർവ്വതങ്ങളിലൊക്കെ മഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. അപ്പോൾ വിൻ്റർ ടൈമിൽ എത്ര ഭംഗിയുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ.
നല്ല ഭംഗിയുള്ള സ്ഥലം, പക്ഷെ നല്ല സ്ലിപ്പറി ആയിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ടൊക്കെ നടന്ന് ഞാൻ പോയി വെള്ളം തൊട്ട് നോക്കി, നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ അധികം അങ്ങോട്ടൊന്നും ദൂരെ നടക്കാൻ പറ്റില്ല, നല്ല സ്ലിപ്പറി ആയിരുന്നു. നല്ല കെയർഫുൾ ആയിരിക്കണം ഇവിടെ വരുമ്പോൾ. എന്നാലും കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു. വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നല്ല ഭംഗിയിൽ. അങ്ങനെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു സ്ത്രീ പാറമേൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. 2 പേർ അവരെ വീഡിയോ എടുത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇൻസ്റ്റാഗ്രാമറാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല. ദൂരെ നിന്ന് ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുകയാണ് ഉണ്ടായത്. ഇതാണ് ഞാൻ പറഞ്ഞ ആളുടെ വീഡിയോ ആണ് 2 പേര് ചേർന്ന് എടുത്തു കൊടുക്കുന്നത്. ഞാൻ ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നോക്കി അവർ പോകുമെന്ന്, എന്നാലേ അങ്ങോട്ടേക്ക് നടക്കാമല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ അവർ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നടന്നു. ഇവിടെ വന്യജീവികളുണ്ടെന്ന ബോർഡ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. സ്നോ ലെപ്പേർഡ്, മലയാട്, കരടി, പിന്നെ പക്ഷികൾ, വിവിധതരം പക്ഷികളൊക്കെ ഉണ്ടാവുമെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ക്യാമ്പിംഗ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ പെർമിഷനൊക്കെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ലാത്തൊരു കാര്യമാണ് ക്യാമ്പിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. കേട്ടുകേൾവി മാത്രമാണ്. ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഒരുപാട് നടക്കാനുള്ള സ്ഥലമുണ്ട്, പിന്നെ ട്രക്കിംഗ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമൊക്കെയാണിത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എക്യുപ്മെൻ്റൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കാഴ്ച നമ്മൾ നടക്കുന്നതിനിടയിൽ മുഴുനീളെ കാണാൻ പറ്റും. പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പർവ്വതത്തിലൊക്കെ മഞ്ഞ് വീണിട്ടുള്ള കാഴ്ചയും കാണാൻ പറ്റും. ഞങ്ങൾ ഈ നാഷണൽ പാർക്കിൽ എത്തിയത് കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഇരുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഫോട്ടോസും വീഡിയോസും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ നോക്കണം, എന്നാലേ നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ കിട്ടുള്ളൂ. മെയ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഇങ്ങോട്ടേക്ക് വരാനുള്ള നല്ല സമയം എന്നാണ് കേട്ടത്. ഞങ്ങൾ വന്നത് ഒക്ടോബറിലാണ്, ഓട്ടം സീസണിൽ. അതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം ഉണങ്ങിയിട്ട് ഇലകളൊക്കെ പൊഴിഞ്ഞ് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഭംഗി കുറവുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. വിൻ്റർ ടൈമിൽ മഞ്ഞ് കാണാനായിട്ട് ഇങ്ങോട്ടേക്ക് വരാം, പക്ഷെ കുറച്ച് കഠിനമായ കാലാവസ്ഥയായിരിക്കും. രാത്രി 8 മണിയോടെ ഞങ്ങൾ ബിഷ്കേക്ക് ഹോട്ടലിൽ എത്തി. ഞങ്ങൾ ഇതുവരെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഡിന്നർ കഴിക്കാനായിട്ട് പോവണം, നല്ല വിശക്കുന്നുണ്ട്. റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം ഇറങ്ങാൻ. അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു റൂം ടൂർ കാണാം. മോൻക്കും ഞങ്ങൾക്കും സെപ്പറേറ്റ് റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് 2 റൂമിൻ്റെ വീഡിയോസും ഞാൻ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമായിരുന്നു രണ്ടും. റൂമിനേക്കാളും എടുത്തു പറയേണ്ടത് പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഞങ്ങളുടെ ഗൈഡാണ് ഞങ്ങളെയും കൊണ്ട് പോയത്. ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിലാണ് പോയത്. ആ ഫുഡ് അത്രക്കങ്ങ് ഇഷ്ടമായില്ല, എന്തായാലും കുഴപ്പമില്ല. ഇനി പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.